നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ശിവപുരാണ മാഹാത്മ്യത്തിലെ സന്ധ്യാരാഗ ഉദ്ഭവത്തിൻ്റെ കഥയാണ് ഞാനിന്ന് പറയുന്നത്. സന്ധ്യാനേരം ആകാശത്തിൽ കാണാറുള്ള അരുണവർണ്ണമാണ് സന്ധ്യാരാഗം. സന്ധ്യാരാഗത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കഥ ഇപ്രകാരമാണ്. ഹിമവാന്റെ പുത്രികളിൽ ഒരാളായിരുന്നു രാഗിണി. അതിമനോഹരിയും ജ്ഞാനിയുമായിരുന്ന ആ കന്യക ശിവസൂക്തങ്ങൾ കേട്ടാണ് വളർന്നു വന്നത്. കൈലാസത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന മാമുനി ശ്രേഷ്ഠന്മാരിൽ നിന്നും ഭഗവാന്റെ കഥകൾ കേട്ട് അവളുടെ മനസ്സിൽ ഭഗവാൻ ശങ്കരനോട് പ്രണയം വളർന്നു വന്നു. ഒരു നാൾ രാഗിണി ഹിമാലയത്തിൽ തപസ്സിലേർപ്പെട്ടിരുന്ന ഒരു മുനിയോട് അന്വേഷിച്ചു, മഹർഷേ, അവിടത്തെ പോലുള്ള ജ്ഞാനികളും ദേവന്മാരും മഹാവിഷ്ണു ബ്രഹ്മദേവന്മാരും മഹാപ്രഭാവനായ പരമശിവനെ സ്തുതിക്കുന്നുവല്ലോ. അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് എന്താണ് ഉപാധി? കന്യകേ, ഭഗവാൻ പരമശിവൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. സംസാരത്തിൽ മുഴുകിയ ഒരുവന് അവൻ്റെ ബാഹ്യചക്ഷുക്കൾ കൊണ്ട് ഭഗവാനെ കാണുക സാധ്യമല്ല. അദ്ദേഹത്തെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ കൊടും തപസ്സിലേർപ്പെടേണ്ടി വരും. എന്താണ് പുത്രി, നിനക്ക് ഇപ്പോൾ ഭഗവത് ദർശനത്തിൽ താൽപ്പര്യം ഉദിച്ചിരിക്കുന്നത്? മഹർഷി അന്വേഷിച്ചു. മുനിസത്തമ, വരദായകനായ ഭഗവാൻ ശ്രീ പരമേശ്വരനായിരിക്കണം എൻ്റെ പതിയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, രാഗിണി ലജ്ജാവിവശതയോടെ അറിയിച്ചു. മകളെ, അസാധാരണമായിരിക്കുന്ന നിന്റെ മോഹം ഭഗവാൻ ശങ്കരൻ അപ്രാപ്തനാണ്. നിന്റെ ആഗ്രഹം എത്രത്തോളം വിജയിക്കുമെന്നത് നിന്റെ ശ്രമത്തിൻ്റെ തോതിനെ ആശ്രയിച്ചിരിക്കും. മഹർഷി രാഗിണിയെ അനുഗ്രഹിച്ചയച്ചു. അന്നു മുതൽ രാഗിണി കൊടും തപസ്സിലേർപ്പെട്ടു. ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ ഭഗവാനെ ധ്യാനിച്ചു. കാലം കടന്നുപോയി. രാഗിണിയുടെ തപസ്സിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ദേവന്മാർ രാഗിണിയുടെ സവിധത്തിലെത്തി പറഞ്ഞു, അല്ലയോ കന്യകേ, നിന്റെ തപസ് ആർക്കും മാതൃക തന്നെയാണ്. എന്നാൽ ശിവഭഗ്നിയാകേണ്ടവൾ ശിവതേജസ് വഹിക്കാൻ പ്രാപ്തയാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. നീ വരിക, ദേവലോകം നിനക്കായി കാത്തിരിക്കുന്നു. ദേവന്മാർ രാഗിണിയെയും കൂട്ടിക്കൊണ്ട് ദേവലോകത്തേക്ക് പോയി. സർവദേവതകളും സന്നിഹിതരായിരുന്ന ദേവലോക സദസ്സിൽ അപ്പോൾ ബ്രഹ്മദേവനും സന്നിഹിതനായിരുന്നു. ദേവകളോടൊപ്പം അവിടെ എത്തിച്ചേർന്ന രാഗിണി ബ്രഹ്മാദികളെ നമസ്കരിച്ചു. ബ്രഹ്മദേവൻ രാഗിണിയെ സശ്രദ്ധം വീക്ഷിച്ചു. അനന്തരം അദ്ദേഹം ഇങ്ങനെ അറിയിച്ചു, അല്ലയോ കന്യകേ, നീ ക്ഷമിച്ചാലും നിന്റെ തപസ് ആർക്കും മാതൃക തന്നെയാണ്. എന്നാൽ ശിവന്റെ തേജസ് വഹിക്കാൻ ആ ഒരു ഗുണം മാത്രം മതിയാവുകയില്ല. ശിവഭഗ്നിയായി തീരേണ്ടവൾ ത്രിലോകങ്ങളിലും വച്ച് ശ്രേഷ്ഠയും ഉത്തമയും ആകണം. അവൾക്ക് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ടാകണം. നിന്നിൽ ആ ഗുണങ്ങളുടെയെല്ലാം തികവ് കാണുന്നില്ല. അതിനാൽ ശിവഭഗ്നിയാകാൻ നീ യോഗ്യയല്ല. ബ്രഹ്മദേവന്റെ വാക്കുകൾ രാഗിണിയുടെ ഹൃദയത്തിൽ കൂരമ്പുകളായി വന്നു തറച്ചു. അവൾ ക്രുദ്ധയായി മൊഴിഞ്ഞു, എന്ത് അയോഗ്യതയാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുക? ശിവഭഗവാന്റെ പത്നിയാകാൻ ഞാൻ ഉചിതയാണോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ശങ്കര ഭഗവാന് മാത്രമാണ്. അങ്ങ് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ശിവതേജസ് വഹിക്കാൻ പ്രാപ്തയല്ലെന്ന് നിശ്ചയിച്ചത്? രാഗിണിയുടെ ഭാവമാറ്റം ബ്രഹ്മദേവന് അസഹനീയമായി തീർന്നു. അദ്ദേഹം അവളെ ഇങ്ങനെ ശപിച്ചു, സ്വതാൽപര്യങ്ങൾ നടക്കുന്നില്ലെന്നറിയുമ്പോൾ ആരെയും ചോദ്യം ചെയ്യാനുള്ള നിന്റെ ഈ മനോഭാവം ലജ്ജാവഹം തന്നെയാണ്. സർവരും പൂജിക്കുന്ന എന്നെ അവഹേളിക്കാൻ ശ്രമിച്ച നീ സ്ത്രീരൂപം നഷ്ടപ്പെട്ട് സന്ധ്യാകാലങ്ങളിൽ ആകാശത്ത് തെളിയുന്ന രാഗമായി തീരാൻ ഇടവരട്ടെ. അന്നു മുതലാണ് സന്ധ്യാനേരത്ത് ആകാശത്ത് ചുവപ്പ് വർണ്ണം തെളിയാൻ തുടങ്ങിയത്. നന്ദി.